Good morning. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസ്കഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് സീരീസ് പാരലൽ. ലാസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റെസിസ്റ്റേഴ്സിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ സെല്ലിലേക്ക് വരുന്നു. ഇവിടെ രണ്ട് സെല്ലുകളുണ്ട്. ഫസ്റ്റ് സെൽ ഈസ് E1 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1. സെക്കൻഡ് ഈസ് EMF E2 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ഞാൻ 3 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോളാം. A, B ആൻഡ് C. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് വി എ ബിക്ക് ഒരു ഇക്വേഷൻ വേണം. വി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി അക്രോസ് ദ സെൽ ഓഫ് EMF E1. അപ്പോൾ വി എ ബി എഴുതാൻ പോവാണ്. വി എ ബി എങ്ങനെ എഴുതും? ഇവിടെ ഒരു സെല്ലുണ്ട് നമ്മുടെ കയ്യിൽ. സെല്ലിൻ്റെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ലെറ്റ് I be the current delivered by the cell, then PD across what we call the terminal PD, right? Terminal PD across this cell is E minus IR. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ വി എ ബി എന്ന് പറഞ്ഞാൽ പി ഡി അക്രോസ് ദ ഫസ്റ്റ് സെൽ. സെല്ലുകൾ സീരീസ് കോമ്പിനേഷനിലാണ്. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത, എന്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ E1 EMF ഉള്ള സെല്ലിലെ കറണ്ട് I ആണെങ്കിൽ E2 ലെ കറണ്ടും എന്താണ്? I തന്നെയാണ്. I എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് സർക്യൂട്ടിലെ നെറ്റ് കറണ്ട് ആണെന്ന് മനസ്സിലായിക്കോളണം. അപ്പോൾ വി എ ബി എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ആ ഇക്വേഷനെ അതേപോലെ കോപ്പി ചെയ്താൽ E1 വി എ ബി ഈസ് E1 മൈനസ് IR1, റൈറ്റ്? സിമിലർലി വാട്ട് ഈസ് വി ബി സി പി ഡി അക്രോസ് the second cell or terminal PD across the second cell is VBC is E2 minus IR2, right? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത്രയും നോക്കിയേ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ സെല്ലുകളെ ഇതിന് ഇക്വലൻ്റ് ആയ ഒരു എന്താ പറയുക, നമ്മൾ സീരീസ് കോമ്പിനേഷനിൽ പാരലിലൊക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററിനെ വരച്ചതുപോലെ ഇതിന് പകരം ഈ കോമ്പിനേഷൻ ഞാൻ ഒരു സെല്ല് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്താൽ E1നെ E2നെ ഒരു സെല്ലിനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് ഈ ഇക്വലൻ്റ് ആയി മാറും. R1 R2 വന്നു കഴിഞ്ഞാൽ അത് R ഇക്വലൻ്റ് ആയി മാറും. കറണ്ട് എത്ര വരും? I ആംപിയർ കറണ്ട് വരും. അപ്പോൾ നോക്കടാ, E1 E2 EMFന് പകരം ഞാൻ ഒരു സെല്ലിന് ഉപയോഗിക്കുകയാണ്, ഇവന്മാർക്ക് പകരം. അപ്പോൾ ആ സെല്ലിനെ കണക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ടെർമിനൽസിന് അക്രോസ് ആയിട്ടായിരിക്കും? ഇതിന് പകരം. അപ്പോൾ എക്കും സിക്കും അക്രോസ്. അപ്പോൾ ഈ ടെർമിനലിനെ ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. എത്രയെന്ന് മാർക്ക് ചെയ്തു? എ എന്ന് മാർക്ക് ചെയ്തു. ദിസ് ടെർമിനൽ ഇസ് എ ആൻഡ് ദിസ് ഈസ് ബി. സോ യു ക്യാൻ റൈറ്റ്, സോറി, സി. സോ യു ക്യാൻ റൈറ്റ് വി എ സി ഈസ് E equivalent minus I into R equivalent. അത്രയും ഓക്കെ അല്ലേ? ഇനി ഈ ഫിഗറിൽ നോക്കിയടാ, എ ബിക്ക് ക്രോസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ബിക്കും സിക്കും ക്രോസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇനി എക്കും സിക്കും ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് വി എ സി ഈസ്, നോക്കൂ, എ സിക്ക് ക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? എ ബിക്ക് ക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എ പ്ലസ് ബി സിക്ക് ക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ യു ക്യാൻ റൈറ്റ് വി എ ബി പ്ലസ് വി ബി സി, റൈറ്റ്? വാട്ട് ഈസ് വി എ ബി? ഇറ്റ് ഈസ്, നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാം അല്ലേ? നമ്മളിവിടെ കുറേ കാര്യങ്ങൾ. വി എ സി കിട്ടി. വാട്ട് ഈസ് വി എ സി? ഇ ഇക്വലന്റ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വലന്റ് ഈക്വൽസ് വാട്ട് ഈസ് വി എ ബി? It is E1 minus IR1 and VBC is E2 minus IR2. So you can write E1 plus E2 minus I into R1 plus R2. This is E equivalent minus I equivalent. E1 plus E2 minus I into R1 plus R2. E equivalent, okay, minus I into R equivalent. ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സോ വാട്ട് ഈസ് E equivalent? ഓഫ് കോഴ്സ് E1 plus E2. And what is R equivalent? R equivalent is R1 plus R2. അപ്പോൾ സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷനിൽ നെറ്റ് EMF സം ഓഫ് ദ ഇൻഡിവിജ്വൽ EMF ആണ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ വന്നേ മതിയാവും. കാര്യം എന്താണ്? അത് സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ്. സെല്ലുകളെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
സെല്ലുകൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ യു ക്യാൻ സപ്പോസ് ഇഫ് യു കണക്ട് ലൈക്ക് ദിസ്, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് ഓർമ്മയുണ്ടായിരിക്കണം. ഒരു സർക്യൂട്ട് ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ ഇ എം എഫ് E1 ആണ്, ഇവൻ്റെ ഇ എം എഫ് E2 ആണ്, റെസിസ്റ്റൻസ് R1 R2 ആണെങ്കിൽ ഈ ഇഫക്റ്റീവ് ഇവിടുത്തെ നെറ്റ് ഇ എം എഫ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുതിക്കോളണം, ഇറ്റ് ഈസ് E1 + E2. ഈ രണ്ട് റെസിസ്റ്റൻസിന് അതിൻ്റെ R ഈക്വലൻ്റ് എത്രയെന്ന് ചോദിച്ചാൽ R1 + R2. ഈ സെല്ലുകളുടെ പ്രത്യേകത, രണ്ട് സെല്ലും കറണ്ട് സർക്യൂട്ടിലെ കറണ്ട് ഇപ്പം ഇങ്ങനെയായിരിക്കും. ഏത് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലും ഉണ്ടാക്കുന്ന കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്, സപ്പോർട്ടീവായിട്ടുള്ള സെല്ലാണ്. പക്ഷേ സെല്ലുകളുടെ ഇങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. സപ്പോസ് ഇഫ് യു കണക്ട് ടു സെൽസ് ലൈക്ക് ദിസ്, E1, E2, their internal resistance are R1 and R2 respectively. See here, the first cell, E1 EMF ഉള്ള സെൽ എന്ത് ചെയ്യൂടാ? ആസ് യൂഷ്വൽ അവൻ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടിന് ഉണ്ടാക്കും, റൈറ്റ്? അവനൊരു ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും ഉണ്ടാക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്. E2 EMF ഉള്ളവനോ ക്ലോക്ക് വൈസ്. അപ്പോൾ ഒരുത്തൻ സർക്യൂട്ടിലൂടെ ക്ലോക്ക് വൈസ് കറണ്ട്, ഒരുത്തൻ ആൻറ്റി ക്ലോക്ക് വൈസ്, രണ്ടും ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ പോസിബിൾ ആവില്ല. ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യാന്നിരിക്കട്ടെ. E1 > E2. അപ്പോൾ ഇപ്പോൾ കറണ്ട് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും. പക്ഷേ ഇ എം എഫ് എന്തായി മാറും? അപ്പോൾ എഴുതിക്കൊള്ളാം, സപ്പോർട്ടീവ് അല്ല, ഓപ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് E1 - E2. ആർ ഇക്വലൻ്റ് ആണോ? ഒരു റെസിസ്റ്റൻസിന് മറ്റേത് ഒപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റെസിസ്റ്റൻസ് അല്ല ഇപ്പോഴും എന്ത് ചെയ്തേ വരൂ? ആഡ് ചെയ്തേ വരൂ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷനിൽ ശ്രദ്ധിച്ചോളണം. സം ഓഫ് ഇ എം എഫ് ആണ് സപ്പോർട്ടീവ് സെല്ലാണെങ്കിൽ, സപ്പോസ് ഇഫ് ദേ ആർ ഇൻ ഒപ്പോസിഷൻ, then take the difference. ഞാൻ ഇവിടെ എടുത്ത പോലെ ഡിഫറൻസ് എടുക്കുക. So that is all about the series combination of cells. അപ്പോൾ അടുത്ത് എന്തായിരിക്കും എന്നറിയാലോ അല്ലേ? എന്തായിരിക്കും? ആ പാരലൽ കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷനിലേക്ക് പോവുകയാണ്. റെസിസ്റ്റൻസിന്റെ കേസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ നമ്മുടെ കൈവശം രണ്ട് സെല്ലുകളുണ്ട്. One is of EMF E1, internal resistance R1. This is the second one, whose EMF is E2, resistance is R2. And they are connected like this. Parallel ആയിട്ട് ഞാൻ കണക്ട് ചെയ്തു. Like this. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു, ഈ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്തു. രണ്ടിനെയും ഒരു കോമൺ പോയിന്റിലേക്ക്. സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ പോസിറ്റീവ് രണ്ടും ഒരു കോമൺ പോയിന്റ്, നെഗറ്റീവ് രണ്ടും ഒരു കോമൺ പോയിന്റ്. സോ ഫസ്റ്റ് സെല്ലിനെ എടുത്തിട്ട് നമ്മൾ പറയുകയാണ്, ലെറ്റ് ദിസ് സെൽ ഡെലിവർ എ കറണ്ട് I1 ആൻഡ് സെക്കൻഡ് വൺ ഡെലിവർ എ കറണ്ട് I2. ഈ രണ്ട് കറണ്ട് ഇവിടെ വന്ന് കമ്പൈൻ ചെയ്ത് എന്താവും? I ആകും. അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ വരും. അപ്പോൾ ഇവിടെ കറണ്ട് എൻട്രി ചെയ്യുന്നു I ആയിരിക്കും. ഞാൻ എക്കും ബിക്കും അക്രോസ് ആയ അഥവാ ടെർമിനൽ പി ഡി ഓഫ് ഫസ്റ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഫിഗർ ഞാൻ ഇവിടെ വീണ്ടും ഡ്രോ ചെയ്യാം. ഈ ആറ് I കറണ്ട് ആണെങ്കിൽ ടെർമിനൽ പി ഡി ഈസ് E - IR. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ടെർമിനൽ പി ഡി എന്ന് പറഞ്ഞാൽ ഇ എം എഫ് എന്ന് ലാസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇവിടെ VAB ഞാൻ ഒന്നാമത്തെ സെല്ലിൻ്റെ ടേമിൽ എഴുതുകയാണ്. VAB equals E1 - I1 R1. And for the second cell, അതിന് ക്രോസ് ആയിട്ടുള്ള പോയിന്റ് എയും ബിയും തന്നെയാണ്. അപ്പോൾ VAB അവിടെയും കൊടുക്കാം. ദാറ്റ് ഈസ് E2 - I2 R2. Is that clear? അതിൻ്റെ ലോസ്റ്റ് വോൾട്ട് I2 R2 ആണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, VABക്ക് പകരം രണ്ടും ബി തന്നെ അല്ലേ? വി എന്നങ്ങ് കൊടുക്കാം. എന്തിനാ VAB എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്? കാരണം രണ്ട് സെല്ലിനെ ക്രോസ് ആയ പീഡിയും സെയിം ആണ്. സെയിം ആയേ മതിയാവും. എന്തുകൊണ്ടാണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. സോ ഹിയർ ഫ്രം ദിസ് ഇക്വേഷൻ നമ്പർ 1 ഞാൻ I1 ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. So we get the equation like this. V is E1 - I1 R1. Or from this, you can write like this. Okay, V is E1 - I1 R1, or
I1 is equal to I1 R1 is equal to E1 minus V. Right? So, പൊട്ടൻഷ്യൽ ടെർമിനൽ പി ഡിയിലെ ടേമിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. ടെർമിനൽ പി ഡിയിലെ ടേമിലേക്ക് നമ്മുടെ ഇക്വേഷനെ നമ്മളൊന്ന് റീറേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. ഒന്നാമത്തെ പി ഡി നിങ്ങൾക്ക് കിട്ടിയത് വി ഈസ് ഈക്വൽ ടു E1 മൈനസ് I1 R1. And from this I1 is, okay, I1 is, from this I1 is, what is I1? I1 is E1 by R1 minus V by R1. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് എഴുതാം. ഇവിടെ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടുന്ന് ഇക്വേഷൻ വന്നേ, ഇവിടുത്തെ ഇക്വേഷൻ വന്നേ. സോ യു ക്യാൻ റൈറ്റ് I2 R2 ഈസ് ഈക്വൽ ടു E2 മൈനസ് V. Or I2 is E2 by R2 minus V by R2. ഇനി നോക്കടാ, ഫസ്റ്റ് സെല്ല് ഡെലിവറി ചെയ്യുന്ന കറണ്ട് I1 ആണ്, സെക്കൻഡ് സെല്ല് ഡെലിവറി ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഇവിടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്താവും? I ആവും. അപ്പോൾ ഐയുടെ വാല്യൂ എത്ര? അവിടെ നിങ്ങൾ എഴുതും, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് I1 പ്ലസ് I2. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് കറണ്ടുകളുടെ സമ്മാണ്. രണ്ട് കറണ്ടുകളുടെ സം എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. I1 ഈസ് E1 ബൈ R1 മൈനസ് V ബൈ R1. And what is I2? I2 is E2 by R2 minus V by R2. നമ്മൾ EMFിൻ്റെ ടേമിനെ ഒന്ന് ക്ലബ് ചെയ്യാണ്. ദാറ്റ് ഈസ് E1 by R1 പ്ലസ് E2 by R2 മൈനസ്, ഇവിടെ V വേണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആക്കി എടുക്കാം. അപ്പോൾ 1 by R1 പ്ലസ് 1 by R2 എന്ന് റീറൈറ്റ് ചെയ്യാം. എന്താണ് കറക്റ്റ് ഇക്വേഷൻ? നോക്കൂ, EMFിൻ്റെ ടേമിനെ ഞാൻ ഒന്നിച്ചെഴുതി, മൈനസ് V കോമൺ ആക്കി, അപ്പോൾ 1 by R1 പ്ലസ് 1 by R2 and that is I. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. Or I equals E1 R2 right plus E2 R1 by R1 R2 minus V into R1 plus R2 by R1 R2. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടെർമിനൽ പി ഡിക്ക് ഇക്വേഷൻ ഉണ്ടാക്കി, അതൊക്കെ മനസ്സിലായി. അവിടെ നിന്ന് ഈ ഇക്വേഷനിലേക്ക് വന്നു. I1നും I2നും ഇക്വേഷൻ ഉണ്ടാക്കി. I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ I ആണ്. സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒന്ന് റീറൈറ്റ് ചെയ്തു. ഇത്രേ ചെയ്തുള്ളൂ. ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇവന്റെ ഒരു ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് നോക്കാൻ പോവാണ്. ആരുടെ? സെല്ലുകൾ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ അവന്റെ ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഇവന്റെ ഈക്വലന്റ് സർക്യൂട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇത് E ഇക്വലൻ്റ് ആകുന്നു, R ഇക്വലൻ്റ് ആകുന്നു, ഇതെന്തുവാണ്? I ഇക്വലൻ്റ് ആകും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. സോ ഫ്രം ദിസ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സെല്ലിൻ്റെ ഈ ഒരു ഫിഗർ അവിടെ ഇരുന്നോട്ടെ. ഇതേപോലെ നമുക്ക് എഴുതി വെക്കാം. ഈ പോയിന്റ് എന്താണ്? എ ആണ്. ഈ പോയിന്റ് എന്താണ്? ബി ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം VAB എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? E ഇക്വലന്റ് കമോൺ മൈനസ് I ഇൻറ്റു R ഇക്വലന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ EMF ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്തു. അത്രയും ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ ആ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ഒരു ത്രൂ ഔട്ട് ഒരു R1 R2 ബൈ R1 പ്ലസ് R2 എന്നൊരു ടേം കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. സോ വി ക്യാൻ റൈറ്റ് ടേം മനസ്സിലായി? R1 R2 ബൈ R1 പ്ലസ് R2. നൗ I ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2 ഈക്വൽസ്, ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്ത ടേം എന്താണ്? R1 R2 ബൈ R1 പ്ലസ് R2. ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ R1 R2 ഈ R1 R2 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ബാക്കി E1 R2 പ്ലസ് E2 R1 ബൈ കമോൺ R1 പ്ലസ് R2 മൈനസ്
എടാ ഈ ടേമിനെ ഇത് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ R1 R2 ക്യാൻസൽ ചെയ്യും, R1 plus R2 R1 plus R2. So you can write it is minus V. Right? Or V equals E1 R2 plus E2 R1 all by R1 plus R2 minus I into R1 R2 by R1 plus R2. ഈ ഇക്വേഷനെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. വാട്ട് ഈസ് വി? വി ആണ് വി എ ബി എന്ന് പറയുന്നത്. പി ഡി അക്രോസ് എ ആൻഡ് ബി. ഹിയർ പി ഡി അക്രോസ് എ ആൻഡ് ബി ഈസ് വി ആൻഡ് വി ഈസ് ഇ ഇക്വലന്റ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വലന്റ്. സോ യു ക്യാൻ റൈറ്റ് ഇ ഇക്വലന്റ് മൈനസ് I into R equivalent equals E1 R2 plus E2 R1 by R1 plus R2 minus I into R1 R2 by R1 plus R2. Is that clear? അപ്പോൾ ആ ഡിസ്കഷൻ ഒന്ന് എഴുതി വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം. അത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ എഴുതി കറണ്ടിനാണ് ഇവിടെ ഇക്വേഷൻ കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ചോളണം. നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ്, പാരലൽ കറണ്ടിനാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അത് ഇതിലേക്കൊന്ന് കൊണ്ടുവരിക, ഇതിനെ ഒന്ന് കമ്പയർ ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ റിസൾട്ട് ആയി കഴിഞ്ഞു. നമുക്ക് ആ റിസൾട്ട് ഒന്ന് എടുത്ത് എഴുതാം. സോ ഹിയർ ഈ ഇക്വലന്റ് ഈസ് എത്ര കിട്ടിയടാ? E1 R2 plus E2 R1 by R1 plus R2. And what is R equivalent? R equivalent അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിലേഷൻ ആണ്. എന്താണ്? റെസിസ്റ്ററുകളുടെ പാരലൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ ആണ്. സോ ഇറ്റ് ഈസ് R1 plus R2 by R1 plus R2 അഥവാ 1 by R1 plus 1 by R2 is 1 by R equivalent. അപ്പോൾ ആ ഇക്വേഷൻ ഓർമ്മ. Now ഇത് ഐഡന്റിക്കൽ സെല്ലാണെന്ന് ഇരിക്കട്ടെ. ഫോർ ഐഡന്റിക്കൽ സെൽസ്, ഐഡന്റിക്കൽ സെല്ലാണെങ്കിൽ E1 ഈക്വൽസ് E2 എന്ന് എഴുതാം, R1 ഈക്വൽസ് R2 എന്ന് എഴുതാം. രണ്ട് സെല്ലുകളും ഐഡന്റിക്കലാണ്. ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വലന്റ് ഈസ് E1 plus E2 ഈസ് E എന്നങ്ങ് കൊടുക്കാം, R1 plus R2 എന്ന് വരെ R എന്ന് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടൂടാ? ER plus ER by 2R. Your answer is 2ER by R and your answer, 2R and your answer is E. Interesting result അല്ലേടാ? അപ്പോൾ സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ വന്നപ്പോൾ ഐഡന്റിക്കൽ സെൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, രണ്ട് സെല്ലിനെ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തു. ഏതൊക്കെ സെല്ലുകൾ? ER പാരലായിട്ട് എടുത്ത് കണക്ട് ചെയ്തു. നെറ്റ് EMF എത്ര വന്നു? ഒരു സെല്ലിന്റെ EMF ഇക്വലന്റ് ആയിട്ട് വന്നു. അപ്പോൾ സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ N സെല്ലിനെ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്താലും ഈ ഇക്വലന്റ് EMF എത്ര തന്നെയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് എ സിംഗിൾ സെൽ. R ഇക്വലന്റ്. അപ്പൊ ഇനി R ഇക്വലന്റിലേക്ക് പോകാം. അപ്പൊ റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു? സെല്ലുകളിലെ ഐഡന്റിക്കൽ സെല്ലിനെ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ EMF എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ EMF ഇക്വലന്റ് ആണ്. അപ്പം R ഇക്വലന്റോ? അപ്പോൾ നമ്മൾ എഴുതി R ഇക്വലന്റ് ഈസ് R1 R2 by R1 plus R2 ആണ്. R1 R2 ഈസ് R. അപ്പോൾ R സ്ക്വയേർഡ് by R1 R. സോ യുവർ ആൻസർ ഈസ് R by 2. അപ്പോൾ N സെൽ ഉണ്ടെങ്കിലോടോ R by N. അത് പാരലൽ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചതാണ്. N ഐഡന്റിക്കൽ സെല്ലുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R by N ആയിരിക്കും. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇത് സെല്ലിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഒരു ചെറിയ ഡിസ്കഷൻ കൂടെ നടത്തി നമുക്കൊന്ന് നിർത്താം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരികയാണ്. എൻ്റെ കൈവശം സീരീസ് കോമ്പിനേഷൻ തന്നെയാണ്. സീരീസ് കോമ്പിനേഷനാണ് ഓഫ് N ഐഡന്റിക്കൽ സെല്ലുകളാണ്. Identical cells, say the cells are connected like this, E R and the next one is E R. അങ്ങനെ എത്ര സെല്ലുണ്ടടാ? N സെല്ലുകളുണ്ട്. ഇങ്ങനെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ സർക്യൂട്ടിലെ കറണ്ടിനാണ് എനിക്ക് ഇക്വേഷൻ വേണ്ടത്.
നിങ്ങൾ ആകെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. എൻ കോമ്പിനേഷൻ ഓഫ് എൻ ഐഡന്റിക്കൽ സെൽ അല്ലേടാ. എപ്പോഴും ഈ ഒരൊറ്റ കാര്യം ഓർത്തിരുന്നോളാം. നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റും ഇത് തന്നെയാണ്. നെറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷനേ ലോകത്തുള്ളൂ. നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. ഇത് ഓർത്തിരുന്നോളാം. കറണ്ട് ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് ആണ്. നെറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്, അല്ലാതെ ഐ ഈസ് ഇ ബൈ ആർ എന്ന് പറഞ്ഞു പഠിക്കരുത്. നെറ്റ് കറണ്ട് ഈസ് നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. എടാ, എൻ സീരീസ് കോമ്പിനേഷൻ, എൻ സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ വരുന്നു. നെറ്റ് ഇ എം എഫ് ഈസ് എൻ ടൈംസ് ഇ, റൈറ്റ്? ആൻഡ് റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് പോകണം. എത്ര? എൻ ടൈംസ് ആർ. ഫോർ എക്സാമ്പിൾ, ഇതിനെ ഞാൻ ഒരു കുറച്ചൊരു കാര്യമായിട്ട് പറയുകയാണ്. ഇവനെ ഞാനെടുത്ത് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. കാരണം ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കി. ലെറ്റ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് ക്യാപിറ്റൽ എക്സ്റ്റേണലിൻ്റെ. അപ്പോൾ എൻ ആർ ഈ ആറുമായിട്ട് എങ്ങനെ വരും? സീരീസ് ആണോ പാരലലാണോടാ? കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതിൽ ഓരോ കമ്പോണൻറ്റിലൂടെയും കയറിപ്പോയേ മതിയാവും. എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണ്. പാരലൽ വന്നാൽ ഓപ്ഷൻ വരും. ഇവിടെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ വരുന്ന കറണ്ട് ഈ സ്മാൾ ആറിലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ വന്നേ മതിയാവും. അപ്പോൾ എൻ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ആണ് നെറ്റ് റെസിസ്റ്റൻസ്. നോക്കൂ, നെറ്റ് കറണ്ടിന് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. നെറ്റ് ഇ എം എഫ് ഈസ് എൻ ആൻഡ് നെറ്റ് ഇ എം എഫ് ഈസ് എൻ ആൻഡ് നെറ്റ് റെസിസ്റ്റൻസ് ഈസ് ഈ എൻ ആറുകൾ സീരീസ്. അത് ഈ ആറുമായിട്ട് അങ്ങനെ സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നെറ്റ് ഇ എം എഫ് കിട്ടി, നെറ്റ് കറണ്ട് കിട്ടി. ഇതാണ് ഇക്വേഷൻ. എന്തിനാണ് സെല്ലുകളുടെ ആ സീരീസ് കോമ്പിനേഷൻ? എന്തിനു നമ്മൾ സെല്ലുകളെ സീരീസായി കണക്ട് ചെയ്യണം? അതാണ് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. നോക്കൂ, ഞാനിവിടെ പറയുകയാണ്, നമ്മളെല്ലാം ഇപ്പോൾ എന്താ പറയുക, ഫ്രഷ് സെല്ലിനെ അങ്ങോട്ട് വെച്ചാൽ ന്യൂലി പ്രിപ്പയർഡ് സെല്ലാണ്. അപ്പോൾ ഫ്രഷ് സെല്ലുകളാണ്. ഫ്രഷ് സെല്ലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പോൾ ഫോർ ഫ്രഷ് സെൽസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? നെഗ്ലിജിബിളി സ്മോൾ ആണ്. അങ്ങനെ നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ എൻ ആറിൻ്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ടിൻ്റെ വാല്യൂ കിട്ടി എൻ ടൈംസ് ഇ ബൈ ക്യാപിറ്റൽ ആർ. വാട്ട് ഈസ് ഇ ബൈ ആർ? E by R is a current delivered by the single cell. So here net current is n times the current delivered by the single cell. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് n ടൈംസ് കറണ്ട് ഡെലിവേർഡ് ബൈ ദ സിംഗിൾ സെൽ. ഇത് പ്രത്യേകം ഓർത്തിരുന്നോളാം. ഇപ്പോൾ സെല്ലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾ സ്ട്രോങ് സെല്ലാണ്, അഥവാ ന്യൂലി പ്രിപ്പയർഡ് സെല്ലാണ്, അഥവാ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ കറണ്ട് മാക്സിമം കിട്ടുന്നതിന് നിങ്ങൾ അതിൻ്റെ എന്ത് പ്രിഫർ ചെയ്തോളണം? സീരീസ് കോമ്പിനേഷൻ പ്രിഫർ ചെയ്തോളണം. ബിക്കോസ് നെറ്റ് കറണ്ട് ഈസ് n ടൈംസ് ദ കറണ്ട് ഡെലിവേർഡ് ബൈ ദ സിംഗിൾ സെൽ. ഇനി ഞാൻ ഇതേ കാര്യത്തിനെ തന്നെ അതിൻ്റെ ഒരു പാരലൽ കോമ്പിനേഷൻ കൂടി എടുത്ത് നമ്മുടെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. നോക്കൂ, സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷനിലേക്ക് നമ്മൾ പോവാണ്. ഇതൊരു സെല്ലാണ്. അതിൻ്റെ ഇ എം എഫ് ഇ ആണ്, ഐഡൻറ്റിക്കൽ ആണ് അല്ലേ? ഐഡൻറ്റിക്കൽ സെല്ലുകളാണ്. ഇത് അടുത്ത സെല്ലിനെ ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചു. ഇങ്ങനെ എത്ര സെല്ലുകളുണ്ടടാ? n സെല്ലുകളുണ്ട് അല്ലേ? അപ്പോൾ n സെല്ലുകളെ ഞാൻ ഇങ്ങനെ പാരലായിട്ട് വരച്ച് വെച്ചു. ഇ എം എഫ് ഇ ഓക്കെ ഇതെല്ലാം വരച്ച് വെച്ചു. n ഐഡൻറ്റിക്കൽ സെല്ലാണ്. നെറ്റ് ഇ എം എഫ് നമുക്ക് ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നെറ്റ് ഇ എം എഫ് സെയിം ആസ് ദാറ്റ് ഓഫ് എ സിംഗിൾ സെൽ. ഇനി ഇവനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഈ n റെസിസ്റ്ററുകളെ എങ്ങനെ കണക്ട് ചെയ്തു? അപ്പോൾ ഓരോന്നും കറണ്ട് ഡെലിവർ ചെയ്യും. അതിവിടെ ഈ ആംപിയർ കറണ്ടായിട്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഇവിടെ എത്തി വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും അല്ലേ? ഇതായിരിക്കണമല്ലോ പാത്ത്. ഈ സ്മാൾ ആർ റെസിസ്റ്റൻസ് പാരലായിട്ടാണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R/N ആണ്. ആ R/N ഈ ആറുമായിട്ട് സൂക്ഷിച്ചോളണം. ആറുമായിട്ട് സീരീസ് കോമ്പിനേഷൻ ആണ്. സോ വാട്ട് ഈസ് നെറ്റ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് R/N പ്ലസ് ക്യാപിറ്റൽ ആർ. So what is net current? Again, net current is net EMF by net resistance. What is net EMF? It is same as that of a single cell, and net resistance is R/N plus capital R. ഇവിടെ നമ്മൾ കണ്ടീഷൻ ഒന്ന് മാറ്റുകയാണ്. നമ്മൾ പറയുകയാണ്
സെല്ലെല്ലാം വീക്ക് സെല്ലാണ്. വീക്ക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇമ്പ്യൂരിറ്റി വരും. നമ്മളന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റ് ന്യൂലി പ്രിപ്പയർഡ് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് മാത്രമാണ് സൊല്യൂഷൻ, ഹോമോജീനസ് സൊല്യൂഷനാണ്. ഉപയോഗിക്കുമ്പോൾ അത് സിങ്ക് എന്തായി മാറും, സിങ്കിലേക്ക് ഡിസോൾവ് ചെയ്ത് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹെട്രോജിനിറ്റി വന്നു കഴിയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൺസിഡറബിളി ഹൈ ആണെങ്കിൽ R/N ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്നൊരു കണ്ടീഷൻ വന്നാൽ I ഈക്വൽസ് E/R/N എന്ന് എഴുതാം, ഓർ N ടൈംസ് E/R എന്ന് എഴുതേണ്ടി വരും. ഹിയർ E/R ഈസ് ആ കറണ്ട് ഡെലിവേർഡ് ബൈ ദ സിംഗിൾ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറിനേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, ഒരു സെല്ല് മാത്രമേ ഉള്ളൂടാ. സർക്യൂട്ടിലെ കറണ്ട് എത്രയാ? EMF ബൈ റെസിസ്റ്റൻസ്, R സീരീസ്. ഇവിടെ ഞാൻ പറഞ്ഞു R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ E/r എന്നാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ വാട്ട് ഈസ് I? കറണ്ട് ഡെലിവേർഡ് ബൈ ദ സിംഗിൾ സെൽ. അപ്പോൾ ഇവിടെ നെറ്റ് കറണ്ട് എത്ര കിട്ടി? N ടൈംസ് കിട്ടി. എന്ന് പറഞ്ഞാൽ വീക്ക് സെല്ലാണ്. നിങ്ങൾക്ക് മാക്സിമം കറണ്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കണക്ട് ചെയ്യുക? പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. കൃത്യമായി നിങ്ങളിത് നോക്കിയേ മതിയാവും. കോമ്പിനേഷൻ ഞാൻ ഡിഫറെൻറ്റ് EMF ഉള്ളത് പറഞ്ഞു, അതിനുശേഷം ഐഡൻറ്റിക്കൽ സെല്ലുകൾ പറഞ്ഞു. നോട്ട്സ് എഴുതുക, മൊത്തം ഒന്ന് കൃത്യമായി എഴുതിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ എൻ്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യുക. ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി ഞാനൊരു സെക്ഷൻ നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് വെക്കാം, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മളിതിവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.